മുരിങ്ങയ്ക്കയും മത്തങ്ങയും കൂടെയുള്ള ഒരു ചാറ് കറിയാണ് മത്തങ്ങയും. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ലേശം വെളിച്ചെണ്ണയിൽ കുറച്ച് മത്തങ്ങ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുരിങ്ങയ്ക്ക നീളത്തിൽ മുറിച്ച് രണ്ടായിട്ട് എടുത്തു. അതിൻ്റെ സൈഡിലൊക്കെ എടുത്തത് അതുകൂടെ ഇതിനകത്ത് ഇടുകയാണ്. ലേശം കല്ലുപ്പ് ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നു. ലേശം ഇഞ്ചി, പച്ചമുളക്. ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുത്തിട്ട് ഒരു അരപ്പിട്ടിട്ട് താളിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ റെഡിയാണ്. കുക്കിംഗ് എങ്ങനെയാണ് അങ്കിതയ്ക്ക്? കുക്കിംഗ് താല്പര്യമുള്ള ഒരാളാണോ അതോ? താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ല. കാരണം അച്ഛനും അമ്മയും പറയും വേണ്ട നീ പരീക്ഷിക്കേണ്ടെന്ന് പറയും. അതുകൊണ്ട് അമ്മ തന്നെയാണ്. എവിടെയാണ് അങ്കിതയുടെ ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം തിരുവല്ലയാണ്. കോട്ടയം തിരുവല്ല സൈഡാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അവിടെയുള്ള വീട്ടമ്മമാരൊക്കെ എന്താണ് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? അങ്ങനെ പറയുന്നില്ല, എല്ലാം ഇഷ്ടമാണ്. എന്നാലും അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആലു പറാത്ത നന്നായിട്ടുണ്ടാക്കും. കാരണം ഞങ്ങള് ബാംഗ്ലൂരായിരുന്നു സെറ്റിൽഡ്. 20 years ബാംഗ്ലൂർ. അവിടെയാണോ ജനിച്ചു വളർന്നതൊക്കെ? ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് കോട്ടയം കറി. ഞാൻ വിചാരിച്ചു വല്ല മുളകിട്ട മീൻകറിയോ ഫിഷ് മോളി അപ്പോ എന്നൊക്കെ പറയുമ്പോൾ ആലു പൊറോത്ത. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഓൾറെഡി 20 years ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ അവിടെ മൾട്ടി ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പലതരം നിങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. നോർത്ത് ഇന്ത്യൻസും ഇപ്പോഴും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കും കന്നഡ ഡിഷസ്. ബിസിബെളബാത്ത്, ചിത്രാന്ന, ഇതൊക്കെ ഫേവറേറ്റ്സ് ആണ്. വാങ്കിബാത്ത് ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കും. അവിടുത്തെ സാമ്പാർ, ഇഡ്ഡലി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്കൂളിംഗ് ഒക്കെ ബാംഗ്ലൂരായിരുന്നു? കന്നഡ അറിയാം? കന്നഡ ചെന്നാഗുത്ത്. ഓ, അടിപൊളി. സോ ഇപ്പോഴും എന്റെ അനിയത്തി ഇപ്പൊ അവിടെ ബാംഗ്ലൂർ പഠിക്കുക. അപ്പൊ അവള് വരുമ്പം ഓരോന്നിന്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കും. പാനിപൂരിയുടെ പാക്കറ്റ്, ഇവിടുന്ന് മലയാളികളെല്ലാം ചിപ്സ്, അതുപോലെ കപ്പലണ്ടി വറുത്തത്, കപ്പ വറുത്തത്, ഏത്തക്ക ചിപ്സും ഉണ്ണിയപ്പം ഒക്കെ ആയിട്ടാണ് ആളുകൾ അങ്ങോട്ട് പോവാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചിത്രാനയും ബിസിബെളബാത്ത്, പാനിപൂരി, ഇതൊക്കെ പാനിപൂരിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സർ. ഓ, ശരിക്കും ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞ ഇവിടെ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല കേരളത്തില്. പാനിപൂരി ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പരീക്ഷ നോക്കി, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. വലുതായില്ല, ചെറുതായിട്ട് വന്നുള്ളൂ. സോ ദേ മത്തങ്ങയും അതുപോലെ മുരിങ്ങയ്ക്കയും വെളിച്ചെണ്ണയിലൊന്ന് വയറ്റി ജസ്റ്റ് റോസ്റ്റ്, ഒരു ചെറിയൊരു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ്. അതിൻ്റെ ആ ഒരു തൊണ്ടൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് വയറ്റുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കൂടെ വരും. ലേശം മഞ്ഞപ്പൊടി ഇട്ടു, ഓൾറെഡി കല്ലുപ്പിട്ടാണ്. ഇതിന് വെള്ളത്തിലിട്ടൊന്ന് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ചെറിയൊരു ഡൗട്ട്, കല്ലുപ്പിടുമ്പം അത് കൂടുതൽ സോൾട്ട് ആണോ? കൂടുതൽ സോൾട്ട് അല്ല, ഒരു ഉപ്പിന്റെ രുചി ഉണ്ടല്ലോ. സോ അത് എത്രയാണ് കൺട്രോൾ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. പക്ഷെ കല്ലുപ്പിട്ട് ഇടുന്നതിനൊരു പണ്ടൊക്കെ കല്ലുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് പൊടിയൊക്കെ ആയിട്ട് ആയിട്ട് കുറേ വർഷങ്ങൾ, ഒരു 20 years ഒക്കെ ആയിട്ടേ ഉള്ളൂ പൊടിയുപ്പൊക്കെ വന്നത്. അപ്പോൾ കല്ലുപ്പായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇത്. അപ്പം അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഉപ്പാണ്. അത് നേരത്തെ അത് ഇട്ട് ശീലിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവ് മനസ്സിലാവും. പൊടിയിട്ട് ഒരു 4-5 തവണ ആദ്യമായിട്ടൊക്കെ ഇട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകും. പക്ഷെ സ്വാദ് കൂടുതലും ഏറ്റവും ബെസ്റ്റും കല്ലുപ്പിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ആയതിനു ശേഷം ഇതിൻ്റെ ഒരു അരപ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് തേങ്ങയും കുറച്ച് മഞ്ഞളും ഒരല്പം ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച ഒരു അരപ്പാണ്. ഈ അരപ്പ് ചേർത്തിട്ട് പിന്നീട് ഒരു താളിപ്പാണ് ഈ കറിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അരപ്പ് അരച്ച് വയ്ക്കുക. ആദ്യം ഇതൊന്ന് വയറ്റി അതിനുശേഷം ബോയിൽ ചെയ്തിട്ട് അരപ്പിട്ടിട്ട് ഈ കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് അരപ്പിട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ല ചെറിയ ഉള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും കൂടെയുള്ള ഒരു താളിപ്പാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ്. നമ്മുടെ മത്തങ്ങയും അതുപോലെ മുരിങ്ങയ്ക്കയും വെന്തു. ഇത് അരപ്പ് ചേർക്കാണ്. ഇനി ഇത് വേവുന്ന സമയത്ത് നമ്മൾ താളിപ്പ് ചേർക്കാണ്. കറിയുടെ റെഡി ആവാനുള്ള ഫൈനൽ സ്റ്റേജിലാണ്. ഒരു അങ്കിതയെ കൊണ്ട് 2 സ്റ്റെപ്പ് ഡാൻസ്, ഭയങ്കര ആ ഡാൻസിലൂടെയാണ് സിനിമയിലും സീരിയലിലൊക്കെ എത്തപ്പറ്റിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസ് പ്ലീസ്. ഓക്കെ സാർ.
ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് അതിൻ്റെ താളിപ്പാണ്. ജസ്റ്റ് കടുക്. ഇത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം. പൊട്ടിത്തെറിക്കൊന്നുമില്ല, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കടുക് അവിടെ ഒരു സൈഡിൽ പൊട്ടും. അതിനുശേഷം ഒരു സൈഡിൽ ചെറിയ ഉള്ളി, ഒരു സൈഡിൽ കുറച്ച് വത്തൽമുളക്, ഒരു സൈഡിൽ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയാണ് നമ്മുടെ കേരള ഫുഡിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അതിന്റെ ഒരു ഫ്ലേവർ വെളിച്ചെണ്ണയിൽ ഭയങ്കര ഒരു പ്രത്യേകമായ ഒരു സുഗന്ധമാണ്. അത് കന്നഡയിലൊക്കെ പോകുമ്പോൾ അവരും കറി ലീവ്സ് ഉപയോഗിക്കുമ്പോൾ അവിടെ കടുക്, ജീരകം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളായിരിക്കും. ഇത് ഉള്ളി വാടിക്കഴിഞ്ഞു. ലേശം ചില്ലി പൗഡർ ഇതിനകത്ത് ഇടണം, ഒരല്പം, അതിൻ്റെ ഒരു കളർ മാറണം. ഇത് നമ്മുടെ കറി റെഡിയായി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു താളിപ്പായി. ഇനി ടേസ്റ്റിങ്ങിന് വെക്കുക. ഓക്കെ, Angita, the pumpkin drumstick curry. Okay. Simple. Okay. Okay. You can taste now. മത്തങ്ങ ഇങ്ങനെ ഓൾറെഡി കുക്കായി സ്മാഷ് ആയിട്ട് ഇങ്ങനെ. അടിപൊളി സാർ, ഇത് കഴിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ